നമസ്കാരം. നൈന ക്രിയേഷൻസിൽ ഇന്ന് ഒരു ടെഡ്ഡി ബെയറിനെയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതെൻ്റെ പേരക്കുട്ടിക്കുള്ള ഗിഫ്റ്റാണ്. കുറേ ദിവസമായി ഇത് ഉണ്ടാക്കണം എന്ന് പറയണു. അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കണേന്ന് നോക്കാം. ഇതാണ് ഫർ ക്ലോത്ത്. മുകളിലേക്ക് കണ്ടു പൊങ്ങിയിരിക്കണ, അടിയിലേക്ക് ആക്കുമ്പോൾ നല്ല ഇതേപോലെ ഇങ്ങനെ ഒഴുകി കിടക്കും. അപ്പോൾ ഡയറക്ഷൻ താഴോട്ടാണ് വേണ്ടത്. ഇനി നമ്മളിതിൻ്റെ ഉൾവശത്താണ് ഇത് മാർക്ക് ചെയ്യാൻ പോണത്. അപ്പോൾ ടെഡ്ഡി ബെയറിനെ ഉണ്ടാക്കാൻ വേണ്ടി ഇതേപോലെ കട്ടിങ്സ് വേണം. ഇത് കണ്ടോ, ഇതാണ് ഇതിൻ്റെ ബാക്ക് ബോഡി. അത് 2 പീസ് വേണം. അപ്പോൾ ഒരു പീസ് ഇതേപോലെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരു പീസ് തിരിച്ച് വെച്ചിട്ട് കട്ട് ചെയ്യണം. അപ്പോൾ 2 പീസ് ഉള്ളതൊക്കെ ഇതേപോലെ വേണം കട്ട് ചെയ്യാൻ. ഒരു പീസ് വെക്കണതിൻ്റെ ഡയറക്ഷൻ തിരിച്ച് വെച്ചിട്ട് വേണം അറ്റത് വെട്ടാൻ. ഇപ്പോൾ ഇത് ഈ ഫറിൻ്റെ ഡയറക്ഷനിലേക്കാണ് ഈ ഏരോ മാർക്ക് വേണ്ടത്. ചെവി 4 പീസാണ്. അതിൽ 2 പീസ് ഒരേപോലെയും 2 പീസ് തിരിച്ച് വെച്ചിട്ടും കട്ട് ചെയ്യണം. ഫ്രണ്ട് ആം, ബാക്ക് ആം, ബാക്ക് ഹെഡ്, ഇത് ഫ്രണ്ട് ബോഡിയാണ്. ഇത് ഇതേപോലെ തന്നെ ഒരെണ്ണം ഇങ്ങനെ വെച്ചിട്ട് അടുത്ത പീസ് ഇതേപോലെ തിരിച്ചു വെച്ചിട്ട് വേണം കട്ട് ചെയ്യാൻ. ഇത് ഫ്രണ്ട് ലെഗാണ്. അത് ഇതേപോലെ തന്നെ ഡയറക്ഷൻ താഴെ ഭാഗത്തേക്കുള്ള ഡയറക്ഷൻ വെച്ചിട്ട് ഒരു പീസ് തിരിച്ചു വെച്ചിട്ട് കട്ട് ചെയ്യുക. ഇത് 2 പീസ്. ഇത് ഫ്രണ്ട് തലഭാഗമാണ്. അതിൻ്റെ ഡയറക്ഷൻ കണ്ടു, അതേപോലെ വെച്ചിട്ട് ഒരു പീസ് കട്ട് ചെയ്യണം. പിന്നെ ഇത് ഫുഡ് പാഡാണ്. ഇത് ഷോർട്ട് ഫറിലാണ് വെട്ടണത്. പിന്നെ ഇത് മുഖമാണ് ഇതിൻ്റെ, അതും ഷോർട്ട് ഫറാണ്. ഇപ്പോൾ ഫ്രണ്ട് ബോഡിയാണ് നമ്മൾ കട്ട് ചെയ്യാൻ പോണത്. അത് ഇതേപോലെ ഇങ്ങനെ വെച്ചിട്ട് ഫറിൻ്റെ ഡയറക്ഷൻ നോക്കിയിട്ട് ഈ ഏരോ മാർക്ക് വയ്ക്കുക. എന്നിട്ട് ഇതേപോലെ ഈ പോയിൻ്റൊക്കെ അതേപോലെ തന്നെ വരച്ചെടുക്കണം. ഈ ലൈനുമ്പോൾ കൂടെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഇപ്പോൾ അപ്പുറത്തേക്ക് ഇതേപോലെ തിരിച്ചു വയ്ക്കുക. 2 പീസ് കട്ട് ചെയ്യണതൊക്കെ ഇങ്ങനെ വേണം കട്ട് ചെയ്യാൻ. ഒരു പീസ് വരച്ചതിൻ്റെ അപ്പുറത്തെ സൈഡിലേക്ക് ആക്കിയിട്ട് രണ്ടാമത്തെ പീസും കൂടി നമുക്ക് ഇതേപോലെ ലൈൻ വരയ്ക്കാം. ഇപ്പോൾ എല്ലാം നമ്മൾ വരച്ചെടുത്തിട്ടുണ്ട്, എല്ലാ പീസുകളും. ഇനി ഇതെങ്ങനെയാണ് കട്ട് ചെയ്യണമെന്ന് നോക്കാം. സാധാരണ നമ്മൾ വെട്ടണ മാതിരി ഇങ്ങനെ വെട്ടരുത്. ഇതിങ്ങനെ ഇതിൻ്റെ ഉള്ളിൽ കൂടെ കത്രികയുടെ തുമ്പ് ഇങ്ങനെ കടത്തിയിട്ട് കുറേശ്ശെയായിട്ട് കട്ട് ചെയ്തെടുക്കണം. മൊത്തത്തിൽ നമ്മൾ തുണി വെട്ടണ മാതിരി ഈ ഫർ ക്ലോത്ത് വെട്ടാൻ പറ്റില്ല. അതുപോലെ വെട്ടിക്കഴിഞ്ഞാൽ ഈ ഫറൊക്കെ മുറിഞ്ഞു പോവും. ഇതേപോലെ കത്രികയുടെ തുമ്പ് ഇങ്ങനെ കുറേശ്ശെ ഉള്ളിലേക്ക് കടത്തിയിട്ട് ഇത് മുഴുവനും കട്ട് ചെയ്തെടുക്കാം. ഇപ്പോൾ ഷോർട്ട് ഫറിൽ ഫുഡ് പാഡ് 2 എണ്ണം വെട്ടിയെടുക്കണം. ഇതേപോലെ പുറകു വശത്ത് വയ്ക്കുക, മാർക്ക് ചെയ്യുക, വെട്ടിയെടുക്കുക. ഇതിപ്പോൾ ഫെൽറ്റിൽ വെട്ടിയാലും മതി, ഷോർട്ട് ഫർ വേണമെന്നൊന്നുമില്ല. ഇത് തലയുടെ മുൻഭാഗമാണ്. ഈ ഹോള് കാണുന്നിടത്ത് മുഖം വെച്ച് പിടിപ്പിക്കാനുള്ളതാണ്. ഇപ്പോൾ ബാക്ക് ബോഡി 2 പീസ് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇത് കണ്ടോ, ഫറിൻ്റെ ഡയറക്ഷൻ താഴ്ത്തിക്കാണ്. കണ്ടോ, ഈ ഭാഗത്ത് ഫറിൻ്റെ ഡയറക്ഷൻ കാണാം. കണ്ടോ, കുറച്ചിങ്ങനെ ഫർ ഇങ്ങനെ നീണ്ടു നിൽക്കുന്നത്, ഇതാണ് ഫറിൻ്റെ ഡയറക്ഷൻ. ഈ ഭാഗത്തേക്കാണ് ഫർ നിൽക്കുന്നത്. അപ്പോൾ ആ ഭാഗത്തേക്ക് ഇങ്ങനെ ഏരോ മാർക്ക് ഇട്ടിട്ടുള്ള ഭാഗം വയ്ക്കുക. ഒരു പീസ് കട്ട് ചെയ്തെടുക്കുക. അതിന് ശേഷം തിരിച്ചു വെച്ചിട്ട് ഒരു പീസും കൂടെ കട്ട് ചെയ്തെടുക്കണം. എപ്പോഴും 2 പീസ് കട്ട് ചെയ്യേണ്ട ഭാഗം വരുമ്പോൾ ഒരു പീസ് കട്ട് ചെയ്തതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ അടുത്ത പീസ് വെട്ടിയെടുക്കണം. ഇപ്പോൾ ഇതാ 2 ബാക്ക് ബോഡി വെട്ടി എടുത്തിട്ടുണ്ട്. ഇത് മുഖത്തിൻ്റെ പീസാണ്. ഇത് ഇതേപോലെ ഒരു പീസ് കട്ട് ചെയ്തെടുക്കണം. ഇനി ചെവിയുടെ പീസാണ് കട്ട് ചെയ്യണത്. ചെവിയുടെ പീസ് കട്ട് ചെയ്യുമ്പോൾ 4 പീസ് കട്ട് ചെയ്യണം. ഫറിൻ്റെ ഡയറക്ഷൻ മുകളിലേക്കാണ്. അപ്പോൾ ഫറിൻ്റെ ഡയറക്ഷൻ നോക്കി വെച്ചിട്ട് ഇതേപോലെ കട്ട് ചെയ്തെടുക്കാം. ഇപ്പോൾ 2 പീസ് മീഡിയം ഫറിലും 2 പീസ് ഷോർട്ട് ഫറിലുമാണ് വെട്ടിയെടുക്കുന്നത്. അതേപോലെ മുഖത്തിൻ്റെ പീസ് ഷോർട്ട് ഫറിലാണ് വെട്ടിയിട്ടുള്ളത്. ഇപ്പോൾ ഈ ഷോർട്ട് ഫറിൽ വെട്ടുന്ന സാധനങ്ങളൊക്കെ നമുക്ക് ഫെൽറ്റിൽ വെട്ടിയാലും മതിയാവും. ഇപ്പോൾ ഇത് ഒരു മീഡിയം ഫറിൻ്റെ പീസും ഒരു ഷോർട്ട് ഫറിൻ്റെ പീസും കൂടെ ഇതേപോലെ വെച്ചിട്ട് ഉണ്ടോ, ഇതിൻ്റെ മുകളിൽ നല്ല വശങ്ങൾ തമ്മിൽ ചേർത്ത് വയ്ക്കുക. എന്നിട്ട് ഫുള്ളായിട്ട് തയ്ച്ചു കൊടുക്കുക. ഈ നേരെയുള്ള വശം, സ്ട്രെയിറ്റ് ആയിട്ടുള്ള വശം തയ്ക്കണ്ട. അത് നമുക്ക് തിരിച്ചെടുക്കാനുള്ളതാണ്. മറിച്ചിടണമല്ലോ, അതിന് വേണ്ടിയിട്ടുള്ളതാണ്.
ഇത് ബാക്ക് ഹെഡാണ്. ഇതൊരു പീസ്. ഡയറക്ഷൻ കണ്ടോ? ഡയറക്ഷൻ അനുസരിച്ചിട്ട് ഇത് കട്ട് ചെയ്തെടുക്കാം. അടുത്തത് ഫ്രണ്ട് ലെഗാണത്. അടുത്തത് ഇതിൻ്റെ കയ്യ് വെട്ടേണ്ട രീതിയാണ്. കണ്ടോ? ബാക്ക് 2 പീസ് വേണം. അപ്പോൾ അതിൽ ഒരു പീസ് ഇങ്ങനെ വെട്ടിക്കഴിഞ്ഞാൽ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ഒരു പീസും കൂടെ വെട്ടണം. ഇനി വേണ്ടത് ഫ്രണ്ട് ആമാണ്. അതും ഇതുപോലെ തന്നെ 2 പീസ് വെട്ടിയെടുക്കണം. ഇപ്പോൾ ഇത് ബാക്ക് 2 പീസ് കട്ട് ചെയ്തിട്ടുണ്ട്. ഫ്രണ്ട് 2 പീസ് കട്ട് ചെയ്തെടുക്കാം. ഇപ്പോൾ എല്ലാ പീസുകളും കട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഇതാ ബാക്ക് ബോഡിയുടെ ഷേപ്പ് കണ്ടു. എയും ബിയും അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ഫ്രണ്ട് ലെഗാണ്, ലെഗിൻ്റെ പീസാണത്. അതിലും എയും ബിയും ഉണ്ട്. അതിൻ്റെ ഷേപ്പ് രണ്ടും ഒരേപോലെയാണ്. ഈ 2 പീസുകൾ നമ്മൾ തുണി തയ്ക്കുന്ന സമയത്ത് എയും തമ്മിൽ പിൻ ചെയ്യുക, നടുഭാഗം പിൻ ചെയ്യുക, പോയിൻറ്റിൽ ബിയും തമ്മിൽ പിൻ ചെയ്ത് വയ്ക്കുക. അപ്പോൾ തയ്ക്കാൻ എളുപ്പമാണ്. അപ്പോൾ ഇത് തയ്ക്കണ വീഡിയോ ഞാൻ വേറൊരു വീഡിയോ ആയിട്ടാണ് ഇടുന്നത്. ഇതിലിപ്പോൾ കട്ടിങ് മാത്രമേ കാണിച്ചിട്ടുള്ളൂ. ഇത് രണ്ടും ഒരുമിച്ച് കാണിക്കുമ്പോൾ ഭയങ്കര വലിയ വീഡിയോ ആവും. അതുകൊണ്ടാണ് 2 പാർട്ടായിട്ട് കാണിക്കുന്നത്. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് കണ്ടു നോക്കിക്കോളൂ. ഇനിയിപ്പോൾ ഫർ ക്ലോത്തിന് ഭയങ്കര വിലയാണ്. അപ്പോൾ അത് മേടിക്കണ്ടെന്നുണ്ടെങ്കിൽ ടർക്കി ടവലിൽ നമുക്കിത് ചെയ്തെടുക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇനി ഈ ടെഡ്ഡി ബെയർ തയ്ക്കണ രീതിയും പഞ്ഞി നിറയ്ക്കണ രീതിയൊക്കെ ഞാൻ ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. എൻ്റെ ഈ ചാനൽ കണ്ട എല്ലാവർക്കും നന്ദി, നമസ്കാരം.